പൊന്നാനി കുറ്റിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടുനിന്ന നവീകരണ കലശക്രിയകൾക്ക് സമാപനമായി. ഷോപ്പിംഗ് വെഡിങ്സ്, ദി ബ്രൈഡ് ആൻഡ് ലെഗസി. 2020 പ്രകൃതിക്ഷോഭത്തിൽ കേടുപാടുകൾ സംഭവിച്ച ക്ഷേത്രത്തിലെ ശ്രീകോവിലും ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും ഒരാഴ്ച നീണ്ടുനിന്ന നവീകരണ കലശക്രിയകൾക്കാണ് സമാപനമായത്. മഹാസുദർശന ഹോമത്തോടെയാണ് നവീകരണ കലശക്രിയകൾ ആരംഭിച്ചത്. 26 തിങ്കളാഴ്ച വരെ വിവിധ ഹോമങ്ങളും പൂജകളും നടന്നു. സമാപന ദിവസം മഹാഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ തുടങ്ങിയവ നടന്നു. മാളികപ്പുറം മുൻ മേൽശാന്തി മനോജ് എംബ്രാതിരി, കർമ്മ ബഷീർ, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് എന്നിവർ സംബന്ധിച്ചു. ഈ ക്ഷേത്രത്തിന്റെ നവീകരണ കലശം പൂർത്തിയായ ഈ ദിവസത്തിൽ നല്ലൊരു ധന്യമായ രീതിയിൽ ഈ മഹത് വ്യക്തികളോടൊപ്പം ഇരിക്കാനും നിങ്ങളോട് ഇന്ന് അല്പസമയം സംസാരിക്കാനും സാധിക്കുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ ഒരു പുണ്യമായിട്ടുമാണ് കണക്കാക്കുന്നത്. ദീർഘമായിട്ടുള്ള ഭാഷണത്തിനുള്ള നേരമല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയോട് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവതിയാണെങ്കിൽ കൂട്ടും മേളമൊക്കെ ആസ്വദിച്ച് ഇന്നൊരു ആഘോഷത്തിന്റെ ഒരു പ്രതീതിയിലിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടുള്ള ഭാഷണത്തിന് പറ്റിയിട്ടുള്ള സന്ദർഭമല്ല. എൻ്റെ ആരോഗ്യ പരിസ്ഥിതിയും അത്ര സുഖകരമല്ല സംസാരിക്കാൻ. നല്ല ജലദോഷം കാരണം സംസാരിക്കാനും കുറച്ച് പ്രയാസമാണ്. ഈ ഓണാവധിയുടെ ദിവസത്തിൽ കുട്ടികളെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന പോലെയാണ് ഈ പ്രതിഷ്ഠാ ദിവസത്തിൻ്റെ അന്ന് പ്രഭാഷണം നടത്താൻ പറയുന്നത്. കാരണം അന്നൊരു ആഘോഷത്തിന് ഈ കളിയുടെ ഒക്കെ ദിവസമാണ്. ആ സമയത്തല്ല ഈ പറയുന്ന ഭൈഷണികമായിട്ട് വ്യവഹാരങ്ങളുടെ സമയം. അത് പിന്നീടാവാം എന്നുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു ഓർമ്മപ്പെടുത്തേണ്ട ദിവസമാണിത് എന്നത് മാത്രമാണ് ഞാനിത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിമിതമായിട്ടുള്ള മനുഷ്യയുക്തി കൊണ്ട് വ്യവഹരിക്കാവുന്നതല്ല പലപ്പോഴും അപരിമേയമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ യുക്തി എന്ന് പറയാറുണ്ട്. നമ്മുടെ ചെറുതായിട്ടുള്ള യുക്തികൾ കൊണ്ട് നമ്മൾ നല്ലത്, ചീത്തത്, ഗുണം, ദോഷം എന്നൊന്നും വ്യവഹരിക്കുന്നത് ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ കണക്കിൽ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല രേഖപ്പെടുത്തുന്നത്. അന്നദാനവും വൈകിട്ട് തായമ്പകയും നടന്നു.